ഹലോ മക്കളെ, 10ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ് ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നമുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഈ അവസാന വർഷത്തെ SSLC എക്സാമിലും ഒത്തിരി കുട്ടികൾക്ക് A+ നഷ്ടപ്പെട്ടു നമ്മുടെ സോഷ്യൽ സയൻസിൽ. എങ്ങനെ നമുക്ക് ഈ സോഷ്യൽ സയൻസ് ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാം? കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ സോഷ്യൽ സയൻസ് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒരു 10ാം ക്ലാസ്സിലേക്ക് കടക്കുന്ന കുട്ടികൾ എന്നുള്ള നിലയിൽ നമ്മൾ സോഷ്യൽ സയൻസ് പഠിക്കുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന്, നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നന്നായിട്ട് കാണണം എന്നുള്ളതാണ്. പല കുട്ടികളും ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം, അവർ ടെക്സ്റ്റ് ബുക്ക് വായിക്കൂല. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. ശരിക്കും ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുമ്പോൾ ലൈൻ ബൈ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിന്റെ ഏത് വരിയിൽ നിന്നും വേണമെങ്കിൽ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് എന്ത് ചെയ്യണം? വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് നമ്മൾ പരിചയപ്പെടണം. ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിന് ഞാൻ നിങ്ങളോട് പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ, ഇനി നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഒക്കെ പ്രധാനപ്പെട്ട ഏരിയകൾ നമ്മൾ പറയും. അത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അത് അണ്ടർലൈൻ ചെയ്തു പോകണം. എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കുമായിട്ട് നിങ്ങൾക്ക് ഒരു പരിചയം വേണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്, ഏറ്റവും പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സോഷ്യൽ സയൻസ് പഠിക്കാൻ ഏറ്റവും എളുപ്പം ലേൺ ബൈ റൈറ്റിംഗ് ആണ്. എന്താണ് ഈ ലേൺ ബൈ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ? നമ്മളൊരു സാധനം എഴുതി പഠിക്കുക എന്ന് പറയും. ഇപ്പൊ നമ്മളൊരു സാധനം പഠിച്ചു, ആ സാധനം നമ്മൾ ചുമ്മാ ഒരു പേപ്പറിൽ എഴുതി നോക്കാം. കാരണം നിങ്ങൾ എപ്പോഴും പറയാറില്ല, സോഷ്യൽ സയൻസ് പഠിച്ചതൊക്കെ മറന്നുപോയി, ഇത് എങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചു തീർക്കുക? അപ്പൊ നിങ്ങളിപ്പോ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്റർ ഹ്യൂമനിസം ആണ്, അതിൽ നിന്നും എന്താണ് റിനൈസൻസ് പെയിന്റിംഗ്, നവോത്ഥാന കാലഘട്ടത്തിലെ പെയിന്റിങ്ങിനെ കുറിച്ച്, ചിത്രകലയെ കുറിച്ച് ഒരു ചോദ്യം വന്നു. നിങ്ങൾ അത് എന്ത് ചെയ്യുക? ജസ്റ്റ് പഠിച്ച ശേഷം ഒരു പേപ്പറിൽ എഴുതി നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അപ്പൊ അതൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതി പഠിക്കാൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് അത് ആ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? പരിഹരിക്കാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് രണ്ട് തരത്തിൽ ഷോർട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ, ലൈവുകൾ കേൾക്കുമ്പോൾ ഷോർട്ട് നോട്ടുകൾ എഴുതി വെക്കാം. ഇനി നിങ്ങളെ ക്ലാസ്സിലെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ ലെക്ചർ നോട്ടുകൾ എഴുതി വെക്കാം. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് അത് ഒരുപാട് യൂസ്ഫുൾ ആവും. ഇപ്പൊ ചാപ്റ്റർ 1 നിങ്ങൾ ഒന്നാമത്തെ പഠിക്കുമ്പോൾ തന്നെ ഇപ്പൊ ഒരു ന്യൂസ് പ്രിന്റ് വാങ്ങിയിട്ട് അതിങ്ങനെ ഒരു മടക്കാക്കി വെക്കാം. ഓക്കെ, എന്നാൽ അതിന്റെ ചെറുതായി നമ്മൾ എഴുതിയാൽ മതി. ഒരുപാട് എന്ത് ചെയ്യേണ്ട? വലിച്ചു വാരി എഴുതി വെക്കേണ്ട. പകരം എന്തൊക്കെയാണ് ആ ടോപ്പിക്കിൽ നിന്ന് എന്തൊക്കെ വരും, ഇപ്പൊ എന്താണ് ആ കാര്യം, ആ മെയിൻ പോയിന്റ്സ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഷോർട്ട് നോട്ടുകളാക്കി എഴുതി വെച്ചാൽ നമുക്കത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി മറ്റൊരു മാർഗം അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നത്, നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാപ്പ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ ഒരു 4 മാർക്ക് ഈസി ആയിട്ട് നമുക്ക് പബ്ലിക് എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ എക്സാമുകൾ, സോഷ്യൽ സയൻസ് എക്സാമിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്, ഒരു പാർട്ടാണ് ഈ പറയുന്ന മാപ്പ് എന്ന് പറയുന്നത്. സോ ഈ മാപ്പ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. നമുക്ക് ഒരു 6 കാര്യങ്ങൾ ഉണ്ടാവും, അത് കൃത്യമായി നമ്മൾ എന്ത് ചെയ്യുക? ഒരു മാപ്പാക്കി എന്ത് ചെയ്യാം? നമുക്ക് അത് സൂക്ഷിച്ചു വെക്കാം, അത് ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കാം. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് 1-2 മാപ്പിലൊക്കെ ഇങ്ങനെ വരച്ചു പഠിച്ചാൽ തന്നെ ആ മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യണ മറ്റൊരു കാര്യം, ഈ സോഷ്യൽ സയൻസ് നിങ്ങൾ സ്ഥിരമായി വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ എഴുതി വെച്ചിട്ടുള്ള, നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി ഷോർട്ട് നോട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഇനി അല്ലെങ്കിൽ നിങ്ങൾ ലെക്ചർ നോട്ടുകൾ ഉണ്ടാവും, ഈ സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിവൈസ് ചെയ്യണം. ഇത് റിവൈസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. സോഷ്യൽ സയൻസ് ഒത്തിരി ഉണ്ട്, ഏകദേശം നമ്മൾ പറഞ്ഞു അല്ലെ 17 ചാപ്റ്റേഴ്സുകളും നമുക്ക് തീർക്കാനുണ്ട്. ഈ ചാപ്റ്റേഴ്സ് ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യും? നോർമലി നമ്മൾ പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? അവസാന എക്സാമിന്റെ തലേന്ന് ഒരു 10 ചാപ്റ്റർ ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തീരൂല. പകരം നിങ്ങൾ ഈ ഷോർട്ട് നോട്ടുകൾ ഉണ്ടല്ലോ, ഈ ഷോർട്ട് നോട്ടുകൾ നിങ്ങൾ വായിച്ചു നോക്കുന്നു, അത് റിവൈസ് ചെയ്യുന്നു, അത് റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സോഷ്യൽ സയൻസ് നമുക്ക് മെല്ലെ മെല്ലെ പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി പഠിക്കാൻ ശ്രമിക്കുക. ഷോർട്ട് നോട്ടുകൾ, ലെക്ചർ നോട്ടുകളൊക്കെ എന്ത് ചെയ്യുക? തയ്യാറാക്കി പഠിക്കാൻ ശ്രമിക്കുക. ടെക്സ്റ്റ് ബുക്കുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് വായിച്ച് ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 10 മിനിറ്റ് എങ്കിലും എടുക്കുന്ന ടോപ്പിക്സ് വെറുതെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കാനൊക്കെ ശ്രമിക്കുക. അങ്ങനെ മെല്ലെ മെല്ലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടഫായ സോഷ്യൽ സയൻസിനെ എളുപ്പമാക്കി മാറ്റാം. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താൽക്കാലികമായി നിർത്തുന്നു. ബൈ.